മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മണ്ണാർക്കാട്. സൈലന്റ് വാലി എന്ന അതിപുരാതനമായ പരിണാമ ചരിത്രവും ആവാസ വ്യവസ്ഥയുമുള്ള നിത്യഹരിത വനങ്ങൾ ഇവിടെ നിന്ന് വെറും 66 കിലോമീറ്റർ അകലെയാണ്. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ മണ്ണാർക്കാട്, അട്ടപ്പാടി എന്നീ റവന്യൂ ബ്ലോക്കുകൾ പെരിന്തൽമണ്ണ താലൂക്കിൽ നിന്നും വേർപെടുത്തി നമ്മുടെ മണ്ണാർക്കാട് ഒരു സ്വതന്ത്ര താലൂക്കായിട്ട് മാറി. മണ്ണാർക്കാട് ഭരിച്ചിരുന്നത് മൂപ്പിൽ നായർമാരായിരുന്നു. അവിടെ ഭരണത്തിന് കീഴിൽ അട്ടപ്പാടിയും സൈലന്റ് വാലി ഉൾപ്പെടെ ഏകദേശം 1,80,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. സാമൂതിരിയുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ വള്ളുവനാട് രാജാവ് തോൽക്കുകയും വള്ളുവനാടിന്റെ ഒരു ഭാഗമായിട്ടുള്ള മണ്ണാർക്കാട്, അട്ടപ്പാടി എന്നീ വിശാല ഭൂഭാഗങ്ങളുടെ ഭരണം സാമൂതിരി തന്റെ നായർ പടനായകരിൽ ഒരാളെ ഏൽപ്പിക്കുകയും പിന്നീട് അദ്ദേഹം മണ്ണാർക്കാട് മൂപ്പിൽ നായർ എന്നറിയപ്പെടുകയും ചെയ്തു. മൂപ്പിൽ നായർ സ്ഥാപിച്ച അരക്കുശി ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ മണ്ണാർക്കാട് പൂരം ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തിന് പ്രതീകമാണ്. 1836 മുതൽ ബ്രിട്ടീഷ് നയത്തിനെ എതിർത്തുകൊണ്ട് മാപ്പിള കർഷകർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമര പരമ്പരകളിൽ ഏറ്റവും നീണ്ടുനിന്ന ഒന്നാണ് 1921 കലാപകാലത്ത് നെല്ലിപ്പുഴ പാലവും കുന്തിപ്പുഴ പാലവും പൊളിക്കുകയും കലാപകാരികൾ കാരാകുർശി പ്രദേശത്ത് അഭയം പ്രാപിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. പിന്നീട് ബ്രിട്ടീഷ് പട്ടാളത്തിന് മാർച്ച് ചെയ്യുന്നതിനായി നിർമ്മിച്ചതാണത്രേ ഇന്ന് കാണുന്ന നമ്മുടെ നെല്ലിപ്പുഴ പാലവും കുന്തിപ്പുഴ പാലവും. വിദ്യാഭ്യാസ രംഗത്ത് ഈ ഗ്രാമത്തിനു വേണ്ടി ഗണ്യമായ സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് കല്ലടി ചെറിയ കുഞ്ഞേമ്മ സാഹിബും മണ്ണാർക്കാട് താത്തുണ്ണി മൂപ്പിൽ നായരും. 1903 ആരംഭിച്ച സ്കൂൾ പിന്നീട് ഡിസ്ട്രിക്ട് ബോർഡ് നിർത്തലാക്കുകയും 1949 താത്തുണ്ണി മൂപ്പിൽ നായർ അത് ഏറ്റെടുത്ത് ഹൈസ്കൂൾ ആക്കി ഉയർത്തുകയും ചെയ്തു. ഈ താലൂക്കിലെയും തൊട്ടടുത്ത താലൂക്കിലെയും വിദ്യാർത്ഥികളുടെ ഉപരിപഠനാർത്ഥം 1967 കല്ലടി ചെറിയ കുഞ്ഞേമ്മദ് സാഹിബിന്റെ പരിശ്രമ ഫലമായി MES കല്ലടി കോളേജ് സ്ഥാപിതമായി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ കൊങ്ങശ്ശേരി കൃഷ്ണനാണ് മണ്ണാർക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 1962 പാറക്കൽ മുഹമ്മദ് ആയിരുന്നു പഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. 1990കളുടെ ആരംഭത്തിൽ മണ്ണാർക്കാടിന് നഗരസഭാ പദവിയും അലങ്കരിക്കേണ്ടി വന്നു. ഈ ഗ്രാമത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ പുരോഗമനത്തിന് കാരണം ഇവിടുത്തെ പ്രവാസികൾ തന്നെയാണ്. നിർമ്മാണ രംഗത്ത്, വ്യവസായ രംഗത്ത്, കാർഷിക രംഗത്ത് അവരുടെ സംഭാവന വളരെ വലുതാണ്. തുടർന്നും ഞങ്ങൾ വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.